ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഇന്നത്തെ എനർജി, നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്തായിരിക്കും, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയുള്ളതായിരിക്കും നോക്കാം. നമുക്ക് ഗൈഡൻസ് ആയിട്ട് എടുക്കാം യൂണിവേഴ്സിൻ്റെ. ഓക്കെ, ഒരുപാട് ലോങ് റീഡിംഗ് അല്ല, ചെറിയ ചെറിയ റീഡിങ്സ് ആണ്. ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ലോങ് ആക്കാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുക? ഓക്കെ, ഓക്കെ, ഞാനിതിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്താ കാണുന്നതെന്ന്. ഓക്കെ, 5 of Swords, 9 of Wands, Tower. ഓക്കെ, ഇവിടെ കാണുന്നത് 5 of Swords, 9 of Wands ആൻഡ് ടവർ കാർഡാണ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കുറച്ചൊരു കോൺഫ്ലിക്റ്റ് വരാനുള്ള സാധ്യതയാണ്. ആരെങ്കിലുമായിട്ട് വഴക്കോ പ്രശ്നമോ, അതിപ്പോൾ വീട്ടിലാവാം, എവിടെയെങ്കിലും ഫ്രണ്ട്സുമായിട്ടാവാം, ജോലി സ്ഥലത്താവാം, എവിടെയെങ്കിലുമൊക്കെ. ഓക്കെ, ചില കോൺഫ്ലിക്ട്സ് എന്ന് ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡിൻ്റെ കോൺഫ്ലിക്റ്റ് ആവാം. കാരണം നമ്മൾ സോഡ്സ് എനർജി എപ്പോഴും നമ്മൾ തോട്ട്സിൻ്റെ, ചിന്തകളുടെ കാര്യം പറയും. അപ്പോൾ ആ രീതിക്കും നിങ്ങൾ ഒരുപാട് മൈൻഡിൽ കോൺഫ്ലിക്റ്റ് ആവുന്ന കാര്യങ്ങളായിരിക്കാം. ഇവിടെ ഒരു ടവർ മൊമെൻ്റ് ഉണ്ട്. ഓക്കെ, ടവർ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ എന്തെങ്കിലും തകരുക എന്ന് മാത്രമല്ല, ചില റിയലൈസേഷൻ്റെ കാര്യം കൂടി പറയാം. ഓക്കെ, ചില കാര്യങ്ങളുടെ തിരിച്ചറിവ് എന്ന രീതിക്ക് കൂടി എനിക്ക് അങ്ങനെയും ഫീൽ ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നുണ്ട്. ഈ ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങളെ ഒരു തിരിച്ചറിവിലേക്ക് എത്തിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഇവിടെ 4 of Pentacles ആയിരുന്നു. അപ്പോൾ അത് ഓക്കെ, 4 of Pentacles കഴിഞ്ഞ് Ace of Wands ആണ്. വെരി ഗുഡ്. മജീഷ്യൻ, ഗുഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം എന്ന് ഫേസ് ചെയ്യുകയാണെങ്കിൽ ഇന്ന്, അല്ലെങ്കിൽ ഈ അടുത്ത എനർജീസ് ആയിരിക്കും കേട്ടോ, അത് നമ്മൾ നോക്കുന്ന അത്രയും ഞാൻ അടുത്തുള്ള എനർജീസാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് എന്നാണ്. ആ തിരിച്ചറിവ് നിങ്ങൾക്ക് മനസ്സിലാവും ദാറ്റ് എവിടെ നിങ്ങൾ ബൗണ്ടറി വെക്കണം, ആരിൽ നിന്ന് നിങ്ങൾ ഒരു അകൽച്ച വെക്കണം, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് പഠിക്കും. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചില കോൺഫ്ലിക്റ്റിൽ പെടാതെ നിങ്ങൾ ശ്രമിക്കാൻ ചിലപ്പോൾ അങ്ങനത്തെ ബൗണ്ടറി വെക്കലാവാം. ഓക്കെ, ചില കോൺഫ്ലിക്റ്റിൽ, അതായത് ആരെങ്കിലുമൊക്കെ വേറെ ആരെങ്കിലും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾ അതിൽ ഇടപെടാതിരിക്കുക. ഓക്കെ, നിങ്ങൾ മാറി നിൽക്കുക. ചില റിയലൈസേഷൻസ് നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് എനിക്ക്. ആൻഡ് ഇവിടെ യെസ്, ഇതും ഹോൾഡ് ബാക്ക് തന്നെയാണ്. ഇതും ഒരു തരത്തിൽ നമ്മൾ ബൗണ്ടറി വെക്കലാണ്, നമ്മൾ ഹോൾഡ് ബാക്ക് ചെയ്യലാണ്. ഓക്കെ, നമ്മളൊന്നും മാറി നിൽക്കുക, പിന്നോട്ട് മാറി നിൽക്കുക, ആ രീതിക്കൊക്കെ എടുക്കാം. ഓക്കെ, ഒരു അകൽച്ച വെക്കുക, ഒരു ബൗണ്ടറി വെക്കുക. നമ്മൾ എവിടെയാണ് മറ്റുള്ളവരെ, എത്രത്തോളം നിങ്ങൾ മറ്റുള്ളവരെ അനുവദിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ലെവലാണെന്ന് എനിക്ക് കാണുന്നത്. ആ റിയലൈസേഷൻ നല്ലത് തന്നെയാണ്, ഒരിക്കലും അത് മോശമല്ല. ഓക്കെ, ഈ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത് അത് നല്ലതിനാണ് വരുന്നത്. ഓക്കെ, ആ കോൺഫ്ലിക്റ്റിന് ശേഷം നിങ്ങളൊരു അവനവൻ്റെ ലൈഫിനെ നിങ്ങളൊന്ന് മാറ്റിയെടുക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ എവിടേക്കോ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് ഇങ്ങനത്തെ ഒരു നമ്മളെ നല്ലതല്ലാത്ത നമ്മുടെ ലൈഫിൽ നിന്ന് ക്ലിയർ ആയി പോകാനും നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ വരാനും ഐ തിങ്ക് നിങ്ങൾ അതിന് വേണ്ട മാറ്റങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾ ചില കാര്യം നിങ്ങൾ മനസ്സിലാക്കും ചിലത്, ദറ്റ് എവിടെ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ, ഏത് ബന്ധങ്ങളിലായിരിക്കാം, ഓക്കെ ഓഫീസിലായിരിക്കാം, എവിടെയായാലും ശരി. ഓക്കെ, നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ, അതോ മാറി നിൽക്കണോ, എത്രത്തോളം ചെയ്യണം, എത്രത്തോളം മറ്റുള്ളവരെ അനുവദിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എന്ന രീതിയിലൊക്കെ. ഓക്കെ, നമ്മൾ ആരെടുത്ത് അടുക്കണം, ആരെടുത്ത് അടുക്കരുത്, എല്ലാം നിങ്ങൾ ചില റിയലൈസേഷൻസ് നിങ്ങൾ വരുന്ന പോലെയാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി അറിയുന്ന പോലെയാണ്, മനസ്സിലാക്കുകയാണ് നിങ്ങൾ. ഓക്കെ, ആ ഒരു സംഭവം ഉണ്ടാവുന്നത് ഐ തിങ്ക് നിങ്ങൾക്ക് ചില തിരിച്ചറിവുകൾ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് കഴിയുമ്പോൾ അത് നല്ലതിനാണ്. നിങ്ങൾക്കൊരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന തരത്തിൽ. ഓക്കെ, അതായത് നിങ്ങൾക്ക് നല്ലത് വരുന്നു എന്ന് എടുത്താൽ മതി, സിമ്പിളായിട്ട് നമ്മൾ. ഓക്കെ, എൻ്റെ ഇവിടെ യെസ് പെന്റിക്കിൾസ് ഉണ്ട്. യെസ്, ഐ തിങ്ക് നിങ്ങൾ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാൻ തീരുമാനിക്കും. ഓക്കെ, നിങ്ങളിതിലൊന്നും എനിക്ക് കോൺഫ്ലിക്ട്സ് വയ്യ, എനിക്ക് പ്രശ്നങ്ങളിൽ എനിക്ക് ഇടപെടാൻ വയ്യ, നിങ്ങൾ ആരുടെയും ഒന്നും കേൾക്കാൻ നിൽക്കില്ല. ഓക്കെ, ആരെങ്കിലും നിങ്ങളെന്തെങ്കിലും പറഞ്ഞാൽ പോലും ഐ തിങ്ക് നിങ്ങൾ അതിലൊക്കെ മാറി നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിലൊന്നും ഇടപെടാൻ നിങ്ങൾ ആഗ്രഹിക്കില്ല ഇനി. ഓക്കെ, ഒന്ന് ടോട്ടലി എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കും. യെസ്, അത് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ ആ വിഷമം നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് കിട്ടുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ഓക്കെ, സോ ഓക്കെ, നിങ്ങളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുമെന്നും പറയാം. ഓക്കെ, എനിക്ക് കാഴ്ച കണ്ടപ്പോൾ അങ്ങനെയൊക്കെ തോന്നി. എന്തായാലും ഇന്നത്തെ ദിവസത്തെ ആ ഒരു കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ ഒരു മേ ബി
നിങ്ങളുടെ മൈൻഡിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് തെളിഞ്ഞ് മനസ്സിലാവും എന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച്, സാഹചര്യത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ബന്ധങ്ങളെ കുറിച്ച് ഒക്കെ നിങ്ങൾക്കൊരു തിരിച്ചറിവ് കിട്ടുന്ന പോലെയാണ്. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് ഹയർ പവർ, യെസ്, ടവർ കാർഡ് നമ്മുടെ അല്ലേ, ടൈം ടു ഗോ, യെസ്, വെരി ഗുഡ്. തിങ്കർ, ഫോർക്ക് ഇൻ ദ റോഡ്, ടൈം ഫോർ എ നാപ്പ്. ഇത് നമ്മുടെ 4 of Wands, 4 of Swords ഞാൻ കാണിച്ചില്ലേ നേരത്തെ. ഓക്കെ, ഇവിടെ പറയുന്നത്, യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ തൽക്കാലം എല്ലാത്തുനിന്നും മാറി നിൽക്കാം. ഓക്കെ, നിങ്ങൾ ഒന്നിലും ഇടപെടാൻ പോകണ്ട. നിങ്ങൾ ആരുടെ ഒന്നിനും തർക്കത്തിനോ ഐ തിങ്ക് ഞാൻ ഷഫിൾ ചെയ്ത് തോന്നുന്നു അല്ലേ, സോറി. ഓക്കെ, നിങ്ങളൊന്നിലും ഇടപെടാതിരിക്കാം, നിങ്ങളൊന്ന് മാറി നിൽക്കുക. ഓക്കെ, മാക്സിമം നിങ്ങൾ റെസ്റ്റ് എടുക്കുക എന്നാണ്. ഓക്കെ, ടൈം ഫോർ എ നാപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നിലും ഇടപെടാതെ നിങ്ങളൊന്ന് മാറി നിൽക്കുക, നിങ്ങൾ റെസ്റ്റ് എടുക്കുക, നിങ്ങളുടെ കാര്യം മാത്രം നിങ്ങൾ നോക്കുക. ഓക്കെ, ഇവിടെ ടൈം ഫോർ എ നാപ്പ് എന്നാണ്. ഓക്കെ, നിങ്ങൾ ഒന്നിലും ഇടപെടണ്ട. ആൻഡ് ഇവിടെ ഹയർ പവറാണ്. ഈ ടവർ മൊമെന്റ് നിങ്ങളുടെ ലൈഫിൽ വരുത്തുന്നത് ഇത് യൂണിവേഴ്സ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ചില വിശ്വാസങ്ങളെ തകർക്കലായിരിക്കാം. ഓക്കെ, നിങ്ങൾ വിശ്വസിച്ച ചില കാര്യങ്ങൾ, ഓക്കെ, അതിൽ ചില മാറ്റങ്ങൾ വരുത്താനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്താനാണ്. ഇവിടെ തിങ്കർ ഉണ്ട്. ഓക്കെ, ഓവർ തിങ്കിങ്, ഐ തിങ്ക് നിങ്ങൾ ഈ ഓവർ തിങ്കിങ് തന്നെ നിർത്തും. ഓക്കെ, നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ സ്ട്രെസ്സേ അടിക്കാൻ ഞാനില്ല, എനിക്ക് സ്ട്രെസ് അടിക്കാൻ വയ്യ, ഓക്കെ, എനിക്കൊന്നും ഇനി ആലോചിക്കാൻ വയ്യ. ഓക്കെ, കാര്യങ്ങളെ നിങ്ങൾ അതിൻ്റെ പാട്ടിലങ്ങോട്ട് വിടുക എന്ന് പറഞ്ഞ പോലെ, മറ്റുള്ളവരെന്തോ ആയിക്കോട്ടെ, ആരോ എന്തോ പറഞ്ഞോട്ടെ, എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ, ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന രീതിയിൽ നിങ്ങൾ മാറുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. തോട്ട്സിൻ്റെ കാര്യം ഞാൻ അതാ പറഞ്ഞത്, നിങ്ങളുടെ ചില ചിന്തകൾ നിങ്ങൾ മാറ്റുന്നതായിട്ട്. ഓക്കെ, ഇവിടെ ടൈം ടു ഗോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എവിടുന്ന് മാറി നിൽക്കണം, എന്ത് വിട്ട് മാറണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ആൻഡ് ഇത് യൂണിവേഴ്സായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിവ് വരുത്താൻ വേണ്ടി ചെയ്യുന്നതാണ് യൂണിവേഴ്സ്. ഫോക്ക് ഇൻ ദ റോഡ് ഉണ്ട്, നിങ്ങൾ തീരുമാനം എടുക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ആരുടെ അടുത്ത് എത്രത്തോളം മറ്റുള്ളവരോട് ആരോട് അടുക്കണം, ആരോട് ഡിസ്റ്റൻസ് വെക്കണം, ആരോട് തുറന്ന കാര്യങ്ങൾ പറയണം, ആരോട് എന്തൊക്കെ മറക്കണം, എല്ലാം ഐ തിങ്ക് നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരുന്ന പോലെയാണ്. യെസ്, ഓക്കെ. എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഇതൊരു യൂണിവേഴ്സ് ഒരു വരുത്തുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഈ ഒരു ടവർ മൊമെന്റ് അത് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടി യൂണിവേഴ്സ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ യെസ്, ഒരു അപ്പ് ആൻഡ് ഡൗൺ ഡേ ആയിരിക്കും നിങ്ങൾക്ക്. ചില മോശം സംഭവങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് നിങ്ങളെ ഒരു നല്ലയിലേക്കാണ് ലീഡ് ചെയ്യുന്നത് എന്ന് ഓർമ്മ വയ്ക്കുക നിങ്ങൾ. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് ഷോക്ക് പോലും ഫീൽ ചെയ്യില്ല ചിലപ്പോൾ. അങ്ങനത്തെ വല്ല സംഭവങ്ങൾ നടന്നാൽ തന്നെ നിങ്ങൾ ഓക്കെ ആയിരിക്കും. ഓക്കെ, കാരണം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുകയാണ്. ഓക്കെ, കുറച്ച് നേരത്തേക്ക് ഒരു ചെറിയ ഷോക്ക് ഉണ്ടാവാം, പക്ഷെ അത് കഴിഞ്ഞാൽ നിങ്ങൾ തീരുമാനിക്കും ഓക്കെ ഇനി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി, ഓക്കെ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിക്കാം എന്ന്. ഓക്കെ, സോ ഇന്നത്തെ ദിവസത്തെ എനർജി അതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.